കെഎസ്ആർടിസി ഡിപ്പോയിലെ ജലക്ഷാമത്തിന് പരിഹാരം കാണാൻ മുന്നിട്ടിറങ്ങി ജീവനക്കാർ. തിരുവനന്തപുരം വിഴിഞ്ഞം ഡിപ്പോയിലെ ജീവനക്കാരാണ് ദാഹജലത്തിനായി കൈകോർത്തത്. ആഴ്ചയിലൊരിക്കൽ പണം കൊടുത്തു വാങ്ങുന്ന ജലത്തെ മാത്രം ആശ്രയിച്ചായിരുന്നു വിഴിഞ്ഞം ഡിപ്പോയിലെ ജീവനക്കാർ ഡ്യൂട്ടി നോക്കിയിരുന്നത്. ഈ ജലം കുടിവെള്ളത്തിനും പ്രാഥമിക ആവശ്യങ്ങൾക്കും തികയാതെ വന്നതോടെയാണ് 3 പതിറ്റാണ്ടിലേറെയായി ഉപയോഗശൂന്യമായി കിടന്ന കുളം നവീകരിക്കാൻ ജീവനക്കാർ മുന്നിട്ടിറങ്ങിയത്. ആവശ്യം കെഎസ്ആർടിസി അധികൃതരെ അറിയിച്ചപ്പോൾ കോർപ്പറേഷൻ തുക അനുവദിച്ചു. എന്നാൽ നവീകരണം ആരംഭിച്ചെങ്കിലും താഴ്ച കൂടുന്തോറും തുക തികയാതെ വന്നതോടെ പ്രതിസന്ധിയായി. ഒടുവിൽ JCB മാറ്റി ഡിപ്പോയിലെ ജീവനക്കാർ കുളം നവീകരിക്കാൻ ഒറ്റക്കെട്ടായി ഇറങ്ങി. ഇവിടെ ആഴ്ചയിൽ 2 ദിവസം മാത്രമാണ് നമുക്ക് കുടിവെള്ളം കിട്ടുന്നത്. അതുകൊണ്ട് നമ്മുടെ പ്രാഥമിക ആവശ്യങ്ങൾക്ക് പോലും തികയാതെ വരുന്ന സാഹചര്യമാണ്. ഒരു പബ്ലിക് ടോയ്ലറ്റ് ഉണ്ട്, അത് ഉപയോഗിക്കാൻ സാധിക്കുന്നില്ല. ബസ്സുകൾ വാഷ് ചെയ്യാൻ സാധിക്കുന്നില്ല. അതിനെല്ലാം പരിഹരിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഈ കുളനവീകരണമായിട്ട് ഇറങ്ങിത്തിരിച്ചത്. പക്ഷേ നമ്മുടെയൊക്കെ ഭൂഭാവങ്ങൾക്ക് അതീതമായിട്ടായിരുന്നു ഈ കുളത്തിൻ്റെ ഒരു യാഥാർത്ഥ്യമായിട്ടുള്ള കാഴ്ച. കാരണം ഇത് മൊത്തത്തിൽ ചെളിയും വേസ്റ്റുകളും നിറഞ്ഞു കിടന്ന ഒരു സാഹചര്യമായിരുന്നു. നമ്മൾ ഒരു 50 ലോഡ് ചെളി മാറ്റാം എന്നുള്ള രീതിയിൽ തുടങ്ങിയതാണ്. ഇപ്പോൾ 350ഓളം ലോഡ് വേസ്റ്റ് നമ്മൾ ഇതിൻ്റെ അകത്ത് നിന്ന് മാറ്റിക്കഴിഞ്ഞു. ഏകദേശം 10 ആൾ താഴ്ചയിലെത്തിയപ്പോൾ മണ്ണും മാലിന്യങ്ങളുമായി ഇവിടെ നിന്നും മാറ്റിയത് 350ലേറെ ലോഡാണ്. വരും ദിവസങ്ങളിൽ ഡ്യൂട്ടിയില്ലാത്തവരെ ഉൾക്കൊള്ളിച്ച് ശുചീകരണ പ്രവർത്തനങ്ങൾ തുടരുമെന്ന നവീകരണത്തിന് നേതൃത്വം നൽകിയ ജനറൽ കൺട്രോളിംഗ് ഇൻസ്പെക്ടർ സന്തോഷ് പറഞ്ഞു. കുളം വൃത്തിയാക്കി എല്ലാവർക്കും ഉപയോഗിക്കാൻ സാധിക്കുന്ന രീതിയിൽ മാറ്റണമെന്നാണ് ജീവനക്കാരുടെ ആഗ്രഹം. കേരള വിഷൻ ന്യൂസ്, തിരുവനന്തപുരം.